നമസ്കാരം, ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് നർത്തകി സത്യഭാമ. നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് രാമകൃഷ്ണൻ. പുഴുക്കുത്തു പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെ എന്ന് മന്ത്രി ആർ ബിന്ദു. അധിക്ഷേപ പരാമർശത്തിൽ ചാലക്കുടിയിൽ പ്രതിഷേധം. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി എസ് രാജേന്ദ്രൻ. കുടുംബാംഗത്തിന്റെ വിവാഹത്തിന് ക്ഷണിക്കാനാണ് പോയത്. വിവാഹത്തിൻ്റെ ക്ഷണമാണ് അനിയൻ്റെ സഹോദരിയുടെ, അതാണ് പ്രധാനം. അങ്ങർക്ക് കാലിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ വിളിച്ചിരുന്നു, കത്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പോകണമെന്ന് പറഞ്ഞു. എന്നാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായി. BJP-യിൽ ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ. വിഴിഞ്ഞത്ത് അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗരേഖ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ. അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ തീരുമാനമായില്ല. സർവകക്ഷി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോയി. സ്വർണ്ണവില 1.5 ലക്ഷത്തോടടുത്തു. ഗ്രാമിന് 100 രൂപയുടെ വർധന. പവന് 800 രൂപ കൂടി 49,440 രൂപയായി. എറണാകുളം പറവൂരിൽ മരുമകളെ കഴുത്തറുത്ത് കൊന്ന് ഭർത്തൃപിതാവ് ജീവനൊടുക്കി. കൊല്ലപ്പെട്ടത് പറവൂർ സ്വദേശി ഷാനു. ഭർത്തൃപിതാവ് സെബാസ്റ്റ്യൻ ജീവനൊടുക്കി. IPL 17ാം സീസൺ നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ചെന്നൈ ബംഗളൂരു പോരാട്ടം. മത്സരം ചെന്നൈയിൽ.